ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഓൾമോസ്റ്റ് 5 വർഷത്തിന് ശേഷം ഇന്ന് ഞങ്ങൾ അച്ഛനമ്മനെയും കാണും. ഞങ്ങളെല്ലാവരും കൂടി അവരെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. 2 വണ്ടിയിലാണ് പോണത്, കാരണം ലഗേജ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഏട്ടനും കുട്ടികളും വലിയ വണ്ടിയിൽ പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ഹോപ്പ്ഫുള്ളി മിയ വിൽ കം ജോയിൻ മീ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. എൻ്റെ ഓഫീസിൻ്റെ അടുത്താണ് എയർപോർട്ട്, അപ്പോൾ ആ വഴി വേണം പോണത്. ഇന്നും ഞാൻ പി ടി ആയിരുന്നു, ഓഫ് എടുത്ത്. കാരണം വീടൊക്കെ അറേഞ്ച് ചെയ്യണം. ഫുൾ കുളമായി കിടക്കായിരുന്നു. റൂമൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പം അങ്ങനെയുള്ള ഒരുക്കങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. ഈ സമയത്ത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ എയർപോർട്ടിൽ ട്രാഫിക് കാണും. സോ എയർപോർട്ടിൻ്റെ സൈഡായിട്ട് എപ്പോഴും ട്രാഫിക് ആണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ്. അവരുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ ഇനിയും 1 മണിക്കൂറുണ്ട്. പക്ഷേ ഇമിഗ്രേഷനിൽ കൂടി പോകുന്നതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ഞങ്ങൾക്ക് ഇവിടുന്ന് ഓൾമോസ്റ്റ് 1 hour കമ്മ്യൂട്ട് ഉണ്ട് ഷിക്കാഗോയിലോട്ട്. സോ വി ആർ എക്സൈറ്റഡ്. കിഡ്സ് ആർ എക്സൈറ്റഡ്. സിദ്ദിഖുട്ടൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ അവനിങ്ങനെ അവൻ്റെ ഇമാജിനറിയിൽ വീഡിയോയിൽ കൂടി കാണുന്ന അച്ചാച്ചനെ അച്ചാമ്മനെ ഇന്ന് കാണാം. മിയക്ക് 6 months ആയിരുന്നപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എല്ലാവരെയും കണ്ടതിൻ്റെ ഫോട്ടോസ് അവൾ എപ്പോഴും എടുത്ത് നോക്കും. പിന്നെ വീഡിയോ കോളിൽ കാണും. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് മിയ ഇരിക്കുന്നത്. അവൾ പറയും ഐ സോ ദം ലോങ് ടൈം അഗോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഇപ്പോൾ അവരെ കാണുന്നതിൻ്റെ മൊമെൻറ്റ്സ് കുറച്ച് ക്യാപ്ചർ ചെയ്യണം. പിന്നെ they'll be probably very tired from the ട്രാവൽ. കാരണം 24 hours ഒക്കെ ഫ്ലൈറ്റിലിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അത് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അറിയില്ല. ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വാസ് ഗുഡ് ആൻഡ് they were comfortable there. So we are excited and let's see how it turns out. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി കാലത്ത് പോയി കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പിള്ളേരെ കൊണ്ട് കൊടുപ്പിക്കാനായിട്ട്. ജസ്റ്റ് little things that makes us happy. So let's see. Bye. കുറച്ച് ബെറ്ററാണ്. ജാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്കും. അവർക്ക് ഇതിപ്പോൾ നാട്ടിൽ ചൂടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര തണുപ്പായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് സമയം പിടിക്കും. ഒബ്വിയസ്ലി ദിൽ ബി ജെറ്റ് ലാഗ്ഡ്. ഞങ്ങളിവിടെ എത്തി. ഭയങ്കര തിരക്കായിരുന്നു പാർക്കിംഗ് ലോട്ടിൽ കിട്ടാനായിട്ട്. ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഏട്ടൻ കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തത്. അപ്പം ഞാൻ അവരെ പോയി മീറ്റ് ചെയ്യട്ടെ. പിന്നെന്തായിരുന്നു, ഒട്ടും കാലത്തൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പോൾ വെയിൽ വന്ന് തുടങ്ങിയതുകൊണ്ട് ജാക്കറ്റ് എടുക്കാൻ വേണ്ടോ എന്ന് ഞാൻ ആലോചിച്ചിട്ടിരിക്കുകയാണ്. കയ്യിൽ വെച്ചേക്കാം, എനിക്ക് നോക്കട്ടെ. നോട്ട് ബാഡ്. ഓക്കെ, ജാക്കറ്റ് വേണ്ട, നല്ല വെയിൽ. നല്ല വെയിൽ. പാർക്കിംഗ് ടിക്കറ്റ് കിട്ടി. ഇനി ഞാൻ പോയി ഏട്ടനെയും പിള്ളേരെയും കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിച്ചാടാ നീ അമ്മന? പതുക്കെ ഓടല്ലേ, വണ്ടികൾ വരുന്നു. ഓടല്ലേ സിദ്ധു? റെഡിയാണോ നീയ? എന്നിട്ടാണ് ട്രോളിയാ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തോട്ട് എത്തി. ഇനി അറൈവലിൻ്റെ സ്ഥലത്തോട്ട് പോവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് ഒരു ട്രോളി എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്കവാറും വേണ്ടി വരില്ല. ലെറ്റ്സ് സീ. ഈ കുട്ടിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് റൂമിൽ പോയിട്ട് വന്നു. അത് ശരിയാണ്. ഞങ്ങളിങ്ങനെ ഓരോരുത്തരും ഇറങ്ങി വരുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗേറ്റ് ഓപ്പൺ ആവും, ക്ലോസ് ആവും. സോ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ല, ഓരോരുത്തരായിട്ട് വരും. പിന്നെ അപ്പോഴേക്കും അത് ഗേറ്റ് ക്ലോസ് ആവും. പിള്ളേർക്കൊക്കെ വെയിറ്റ് ചെയ്ത് ഒരു മടുപ്പായി തുടങ്ങി. രണ്ടാളും തമ്മിൽ ചെറിയ അടിയും ബഹളവും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്.
ഇപ്പോൾ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 45-50 മിനിറ്റ്സ് ആയി. ഇതുവരെ അവരെ എത്തിയിട്ടില്ല. മക്കളെ സമാധാനിപ്പിക്കാനായിട്ട് തൽക്കാലം പോപ്കോണും ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ അവിടെ കസേരയിൽ ഇരുത്തിയൊക്കെയാണ്. തളർന്ന ഇവരുടെ തറയിലൊക്കെ കുത്തിരിപ്പായി. അപ്പോഴേക്കും അച്ചാച്ചനും അച്ചാമ്മ എത്തി. നമ്മൾ വീൽ ചെയർ അസിസ്റ്റൻസ് എടുത്തിട്ടുള്ളതുകൊണ്ട് അകത്തോട്ട് വരാൻ ഈസിയായിരുന്നു. അവർക്ക് ലഗേജ് ഒന്നും ക്യാരി ചെയ്യേണ്ടി വന്നില്ല. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഹെൽപ്പ് ചെയ്ത് നമുക്ക് സാധനങ്ങളൊക്കെ. ഞങ്ങൾ പ്രതീക്ഷയിലും വളരെ കുറച്ച് ലഗേജ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ട്രോളിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. മിയയ്ക്ക് ചെറിയൊരു പരിചയം കാണിച്ചു, പക്ഷെ സിദ്ധുക്കുട്ടൻ ഒട്ടും അടുക്കുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് യൂസ് ടു ആവും. ഒരു പരിചയക്കുറവ് പോലെയുണ്ട്. പിന്നെ അച്ചമ്മയ്ക്കും അച്ചാച്ചനും രണ്ടുപേരും ഫ്ലവേഴ്സൊക്കെ കൊടുത്ത് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞെന്ന് ചേച്ചിനെയൊക്കെ നാട്ടിൽ വിളിച്ചറിയിച്ചു. കാരണം അവരുടെ ഫോൺ കണക്ഷൻ ഇവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഫോണിൽ നിന്നാണ് വിളിച്ച് സംസാരിച്ചത്. ഇനി കണക്ഷനൊക്കെ ഇനി എടുത്തിട്ട് വേണം. നമ്മൾ വീട്ടിലെത്തി എല്ലാവരും വീടും പരിസരമൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തണുപ്പുണ്ടെന്നാണ് പറയണത്. സോ ജാക്കറ്റും തലയിൽ ചെറിയ കെട്ടൊക്കെ ഉണ്ട്. അങ്ങനെ 4.5 വർഷം. നീ 6 മാസം ഉള്ളപ്പോഴല്ലേ കാണുന്നത്? പിള്ളേരൊക്കെ അങ്ങ് വലുതായി. അപ്പോൾ അവർ സേഫായി ഇവിടെ എത്തി. ഇനി 2 മാസം അവരുടെ കൂടെ അടിച്ചു പൊളിക്കണം. അപ്പോൾ ശരി, ബൈ.